ക്രിസ്ത്യൻസ് ആണത്രേ ക്രിസ്മസിന് നക്ഷത്രം തൂക്കുന്നത്, ഹിന്ദുക്കള് പാടില്ല എന്ന്. ഞങ്ങളവിടെ നക്ഷത്രം തൂക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ അങ്കിള് വന്ന് പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ച തമാശയായിട്ടാണ് പറയുന്നതെന്ന്. പിന്നെ നമുക്ക് മനസ്സിലായി പുള്ളി സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന്. സത്യത്തില് നമ്മുടെ നാട്ടിലുള്ള മതസൗഹാർദ്ദതയൊന്നും ഇവിടെ എങ്ങും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാരും ഒരുക്കിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ 10 നക്ഷത്രം പോലും കാണത്തില്ല കേട്ടോ. മാമാട്ടി എല്ലായിടത്തും ലൈറ്റും സെറ്റപ്പും ഒക്കെ കാണുമ്പോഴേക്കും നമ്മളെ വിളിച്ച് ചൂണ്ടിക്കാണിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മള് മാമാട്ടിക്ക് ഇത്തിരി സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർ ഇടാന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടാണ് കേട്ടോ. നല്ല ഒരു സ്റ്റാർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലെ പോലെ വെറൈറ്റി ഒന്നുമില്ല. ആകെ വാൽ നക്ഷത്രം പിന്നെ 5 ഇതള് വരുന്ന നക്ഷത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് LED ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതേ നമ്മുടെ വീട് അലങ്കരിക്കാൻ പോകുമായിരുന്നേ. അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതികെ കൂടെ പോയ അങ്കിൾ ഇങ്ങനെ പറഞ്ഞത്. മാമാട്ടിക്ക് ഒത്തിരി സന്തോഷമായി, അവള് ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മാമാട്ടിനേലും സന്തോഷമായത് എനിക്കാണ്. കാരണം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ക്രിസ്മസ് വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഇങ്ങനെ നക്ഷത്രമൊക്കെ ഒരുക്കാന്നുള്ളത്. പക്ഷെ എല്ലാം ഒന്നും ഇല്ല, ആകെ നക്ഷത്രവും പിന്നെ കുറച്ച് ലൈറ്റ് സെറ്റ് ചെയ്തതും ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ പ്രീ ബുക്കിംഗ് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനത് പൊട്ടിക്കുകയും ചെയ്തു. അപ്പൂസോടെ പുറത്ത് ഇതെല്ലാം ഇട്ടോണ്ടിരിക്കുവാണ്. അങ്ങനത്തെ കണ്ട നമ്മള് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ മുറ്റം. ഞാനും കുഞ്ഞു ഉറങ്ങിയ ശേഷമാണ് അപ്പൂസ് പാക്കിങ്ങിന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊന്നും ഉടുത്ത സാരിയില്ലേ, അതിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ അത് ആ സെയിം സാധനം നമ്മൾ വേറൊരു കളറിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. പിന്നെ അന്ന് രാത്രി തന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള, അതായത് എൻ്റെ കുട്ടിയിൽ വർക്ക് ചെയ്യുന്ന സാറിന്റെ വൈഫ് നമ്മുടെ അടുത്ത് നിന്ന് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോസ്റ്റ് ട്രെൻഡിങ്ങിൽ പോകുന്ന സാരിയാണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പുറകെ നമ്മൾ ഇടുന്നതാണ്. അത് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു.